നമസ്തേ. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് കർണൻ. അതിൽ നിന്നും സത്യനിഷ്ഠയുള്ള ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ദയാലുവും ധീരനും വീരശൂര പരാക്രമിയുമായ കർണൻ്റെ ആ വ്യക്തിത്വം യുവതലമുറയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ കർണൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക. അഞ്ചാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദ്രോണാചാര്യരുടെ മൃത്യുവിന് ശേഷം കൗരവപ്പടയുടെ സേനാധിപനായി കർണനെ ദുര്യോധനൻ അവരോധിച്ചു. അർജുനന്റെ അന്ത്യം കണ്ടിട്ടേ തനിക്കിനി വിശ്രമമുള്ളൂവെന്ന് കർണൻ ദുര്യോധനോട് പറഞ്ഞു. യുദ്ധത്തിന്റെ 17-ാം ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കർണൻ ചില തീരുമാനങ്ങൾ എടുത്തു. താനും അർജുനനും തുല്യ പോരാളികളാണെങ്കിലും എന്നും അർജുനനാണ് വിജയം. അതിന് കാരണം ശ്രീകൃഷ്ണൻ എന്ന തേരാളി തന്നെ. തനിക്കും നല്ലൊരു തേരാളി ഉണ്ടെങ്കിൽ വളരെ ഫലപ്രദമായ പട നയിക്കാനാവും. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് ശല്യരോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശല്യർ തേരാളിയായി. ഒരു സൂതൻ്റെ തേര് തെളിയിക്കുക എന്നത് ശല്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ ചില പദപ്രയോഗങ്ങളും നന്ദി വാക്കുകളും കൊണ്ട് കർണൻ്റെ വീര്യം കുറയ്ക്കാനും അഹങ്കാരം ഇല്ലാതാക്കാനും പറ്റുമെന്ന് ശല്യർ ഓർത്തു. ഭീമനും കൗരവ പടയെ വൻതോതിൽ സംഹരിച്ചു. അങ്ങനെ കർണൻ്റെ തേരാളിയായി മുന്നോട്ട് കുതിച്ചു. പാഞ്ചാല യോദ്ധാക്കൾ കർണനെ പേടിച്ച് പലായനം ചെയ്തു. ശ്രീകൃഷ്ണൻ തൻ്റെ രഥത്തെ കർണൻ്റെ തേരിന് നേരെ തിരിച്ചു. ശല്യർ പറഞ്ഞു, കർണ, നീ അന്വേഷിച്ച പാർത്ഥൻ ഇതാ ഗാന്ധീവമേന്തി നിന്റെ നേരെ വരുന്നു. ഇന്ന് നീ പാർത്ഥനെ വധിച്ചാൽ നാം എല്ലാം രക്ഷപ്പെടും. പാർത്ഥൻ്റെ അസ്ത്രത്താൽ അരിഞ്ഞു വീഴുന്ന രാജശിരസുകൾ ഭൂതലത്തെ മൂടപ്പെട്ടിരിക്കുന്നു. കർണൻ പറഞ്ഞു, അർജുനനെ പോലെ ഒരു മഹാരഥൻ ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൂടാതെ അനന്തഗുണ വൈഭവമുള്ള സാക്ഷാൽ നാരായണൻ അർജുനൻ്റെ രക്ഷയ്ക്കുണ്ട്. ശല്യരോട് ഇത്രയും പറഞ്ഞിട്ട് കർണൻ ഇടിവെട്ടുന്ന പോലെ ഗർജിച്ചു. മഹാരഥന്മാരെ, നിങ്ങളെല്ലാവരും ചേർന്ന് അർജുനനെ വളഞ്ഞ് ആക്രമിക്കുവിൻ. അവൻ ശരങ്ങളേറ്റ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവനെ പെട്ടെന്ന് വധിക്കാം. പൊരിഞ്ഞ യുദ്ധത്തിൽ കൗരവപക്ഷത്തും ദയനീയമായ ആർത്തനാദം മുഴങ്ങി. ഇരുകൂട്ടരും അനേകം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ഈ സമയത്ത് ഭീമൻ ദുശാസനന്റെ മേൽ ചാടി വീണ് ഗദാപ്രയോഗം തുടങ്ങി. ദ്രൗപദിക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ദുശാസനന്റെ സ്മൃതിപഥത്തിൽ എത്തി. കർണനും ദുര്യോധനും നോക്കി നിൽക്കെ ഭീമൻ ദുശാസനെ പിടിച്ച് ഞെരിച്ചു. മജൂരിയെടുത്ത് ദുശാസനന്റെ കഴുത്തിൽ ചവിട്ടിക്കൊണ്ട് മാറിടം പിളർന്ന് ദുശാസനന്റെ മാറിൽ കയറി ഇരുന്നു കൊണ്ട് കൗരവ വീരന്മാരെ ഓരോരുത്തരെയും ദുശാസനെ രക്ഷിക്കാൻ ഭീമൻ വെല്ലുവിളിച്ചു. ദുശാസനന്റെ മാറിലെ ചൂട് രക്തം ഭീമൻ വീണ്ടും വീണ്ടും മോന്തി കുടിച്ചു. ഭീമൻ പാണ്ഡവരോട് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരതകളും ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞു. ധൃതരാഷ്ട്രരുടെ 10 മക്കൾ കൂടി കാലഗതി അടഞ്ഞു. അതുകൊണ്ട് കൗരവസേന ഒന്നടങ്കം പലായനം തുടങ്ങി. കർണൻ ഇത് കണ്ട് അന്തം വിട്ടു നിന്നുപോയി. ശല്യർ കർണന് വേണ്ടത്ര ധൈര്യം കൊടുത്തു. ദ്രുപദപുത്രന്മാരും ദ്രൗപദീസൂതന്മാരും സത്യകിയുടെ നേതൃത്വത്തിൽ കൗരവരോട് ഏറ്റുമുട്ടി. കർണനും അർജുനനും ശല്യരും വെവ്വേറെയായി ശംഖുകൾ ഊതി. കർണൻ തൻ്റെ ഹിരണ്യഗർഭം എന്ന ശംഖൂതി അർജുനനും കർണനും മാറി മാറി ആഗ്നേയാസ്ത്രം, വരുണാസ്ത്രം, വായവ്യാസ്ത്രം, ഐന്ദ്രാസ്ത്രം, ഭാർഗവാസ്ത്രം, മഹേന്ദ്രാസ്ത്രം മുതലായവ പ്രയോഗിച്ചു. കർണന്റെ മർമ്മങ്ങൾ നോക്കി അർജുനൻ അനേകം അമ്പുകൾ അയച്ചു. കർണൻ പോർക്കളമാകെ കണ്ണോടിച്ചു. ശൂന്യമാണ് എല്ലായിടവും. പോരാടാൻ അംഗാധിപൻ മാത്രം. അത് കണ്ട് കർണൻ സംഭ്രമിച്ചില്ല. കർണൻ സർപ്പശിരസ് എന്ന ബാണം അയച്ചുകൊണ്ട് വിളിച്ചുകൂവി, അർജുന, നീ മരിച്ചു കഴിഞ്ഞു. കത്തിജ്വലിക്കുന്ന ബാണത്തിൻ്റെ അതിതീവ്രമായ വേഗം കണ്ടിട്ട് ഭഗവാൻ പെട്ടെന്ന് രഥത്തെ എന്തു ചെയ്തു? കാലുകൊണ്ട് ഒന്ന് അമർത്തി. ഭഗവാന്റെ കൗശലത്തെ ദേവന്മാർ വാഴ്ത്തി. അർജുനൻ കർണന്റെ നേർക്ക് അസംഖ്യം ബാണങ്ങൾ ചൊരിഞ്ഞു. അതോടെ കർണന്റെ കൈകൾ അയഞ്ഞു. വില്ലും ആവനാഴിയും നിലം പതിച്ചു. കർണൻ തേർത്തടത്തിൽ തളർന്നു വീണു. അർജുനൻ അവശനിലയിലായ കർണനെ വധിക്കാനുള്ള ആഗ്രഹം വെടിഞ്ഞു. അപകടത്തിൽപ്പെട്ട ശത്രുവിനെ വധിച്ച് ധർമ്മവും കീർത്തിയും നേടും ബുദ്ധിമാന്മാർ എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. കർണവധത്തിനുള്ള സമയവും എത്തിക്കഴിഞ്ഞിരുന്ന ആ സമയത്ത് കാലൻ അദൃശ്യനായി നിന്നുകൊണ്ട് കർണന് ലഭിച്ചിരുന്ന ബ്രാഹ്മണശാപത്തിൻ്റെ കാര്യവും ഓർമ്മിപ്പിച്ചു. പരശുരാമൻ കൊടുത്ത ബ്രഹ്മാസ്ത്രവും ഓർമ്മയിൽ നിന്നും മറഞ്ഞു. ബ്രാഹ്മണശാപം അനുസരിച്ച് തേർചക്രം ഇടത്തോട്ട് ഭൂമിയിൽ താഴാൻ തുടങ്ങി. ഒരു ചക്രം ഭൂമിക്കടിയിലായി. കർണൻ ധർമ്മത്തെ നിന്ദിക്കാൻ തുടങ്ങി. ഭഗവാന്റെ ഉപദേശമനുസരിച്ച് ബ്രഹ്മാസ്ത്രം പാർത്ഥൻ ഉപയോഗിച്ചു. അർജുനനേക്കാൾ ഏറെ പരാക്രമിയായി കർണൻ കാണപ്പെട്ടു. കർണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അർജുനന്റെ നേരെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കൗന്ദേയ, നീ വലിയ വില്ലാളി വീരനാണല്ലോ. ഈ നേർചക്രം ഉയർത്തിയെടുക്കുന്നതുവരെ പോർ നിർത്തു. യുദ്ധധർമ്മങ്ങൾ നിനക്കും അറിവുള്ളതാണല്ലോ.
അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൗരവർ ചെയ്തിട്ടുള്ള ക്രൂരതയും അധർമ്മങ്ങളെയും എണ്ണി എണ്ണി പറഞ്ഞു. അപ്പോഴെല്ലാം നിന്റെ ധർമ്മചിന്ത എവിടെ പോയി? പാണ്ഡവർ സ്വന്തം കയ്യൂക്കുകൊണ്ട് ശത്രുക്കളെ സംഹരിച്ച് രാജ്യം വീണ്ടെടുക്കും. ഈ മഹാപുരുഷന്മാരുടെ കൈക്കൊണ്ട ധാർത്തരാഷ്ട്രന്മാരെയെല്ലാം നശിക്കും. ഇത് കേട്ട് കർണൻ ലജ്ജയോടെ തലകുനിച്ചു. അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധം കുരുക്ഷേത്രത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. കർണൻ അർജുനനെ വധിക്കാനായി ആളിക്കത്തുന്ന അഗ്നി പോലെ ഭയങ്കരമായ ഒരു ബാണം തൊടുത്തു. അതേറ്റ് അർജുനന്റെ മാറിടത്തിൽ മുറിവ് പറ്റി. പാർത്ഥൻ തലകറങ്ങി വീണു. ആ തക്കത്തിന് കർണൻ നിലത്തിറങ്ങി തേർചക്രം ഉയർത്താൻ പരിശ്രമിച്ചു. എങ്കിലും പരാജയപ്പെട്ടു. അർജുനന് ബോധം വീണപ്പോൾ ആഞ്ചലീകം എന്ന ബാണം അർജുനൻ തൊടുത്തു. കയ്യിൽ നിന്ന് വിട്ട മാത്രയിൽ സൂര്യനെപ്പോലെ തേജസ്സുള്ള ആ ബാണം ആകാശത്തിൽ പ്രകാശം പരത്തി. പകൽ 3-ാം യാമത്തിൽ കർണന്റെ ശിരസ്സറുത്ത് ഉയർന്ന് സൂര്യമണ്ഡലത്തിൽ വലയം പ്രാപിച്ചു. ഈ അത്ഭുത സംഭവം അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം രോമാഞ്ചമുണ്ടാക്കി. പാണ്ഡവപക്ഷത്തെ യോദ്ധാക്കളെല്ലാം ഇത് കണ്ട് ഉറക്കെ ശംഖുനാദം മുഴക്കുകയും വാദ്യാഘോഷം നടത്തുകയും ചെയ്തു. കർണന്റെ മരണവാർത്ത അറിഞ്ഞ് ഭീമൻ ആനന്ദപുളകിതനായി. ഇതെല്ലാം കണ്ടും കേട്ടും ദുര്യോധനൻ തൻ്റെ ദുഷ്പ്രവൃത്തികളെപ്പറ്റി ചിന്തിച്ച് ദുഃഖിതനായി. ശല്യരെ സർവ്വസൈന്യാധിപനാക്കി. ശല്യരുടെ നേതൃത്വത്തിൽ വീണ്ടും ദുര്യോധനൻ മുൻപോട്ട് ഗമിച്ചു. യുധിഷ്ഠിരനും ശല്യരുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. സാത്യകി യുധിഷ്ഠിരന്റെ രക്ഷയ്ക്കെത്തി. സാത്യകി പ്രയോഗിച്ച കുന്തമേറ്റ് ശല്യശിരസ് അറ്റു വീണു. ശല്യരും ശകുനിയും ഉലകനും മറ്റും മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധനനും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ദ്വൈപായനം എന്ന മഹാസരസിൽ ഒളിച്ചിരുന്നു. ദുര്യോധനെ അന്വേഷിച്ച് നടന്ന പാണ്ഡവർ വേടന്മാർ പറഞ്ഞറിഞ്ഞ് സൈന്യസമേതരായി ഈ മഹാസരസിന്റെ തീരത്തെത്തി. അങ്ങനെ ദുര്യോധനെ കണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, വളരെ നേരമായി ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വന്ന് പോർ ചെയ്യൂ. യുദ്ധത്തിൽ പാണ്ഡവരെയെല്ലാം വധിച്ച് സമൃദ്ധമായ രാജ്യം അനുഭവിക്കൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൊണ്ട് മൃതപ്പെട്ട് വീരസ്വർഗം പ്രാപിക്കൂ. ഇത് കേട്ട് ദുര്യോധനൻ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി. രാമന്റെ ശിഷ്യരാണ് ഭീമനും ദുര്യോധനും. ഇവരുടെ ദ്വന്ദ്വയുദ്ധം കാണാൻ ബലരാമൻ എത്തിയിരുന്നു. ബലരാമന്റെ ഉപദേശമനുസരിച്ച് അവർ സമന്ത പഞ്ചകത്തിലേക്ക് പോയി. ഗദ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുര്യോധനൻ ഭീമനെ വെല്ലുവിളിച്ചു. ഭീമനെ പോരിന് വിളിച്ച സമയത്ത് പല അപശകുനങ്ങളും ഉണ്ടായി. ഭീമൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഈ ഗദ കൊണ്ടടിച്ച് ദുര്യോധനെ പല കഷണങ്ങളാക്കുന്നുണ്ട്. ഇവൻ ഇനി ഹസ്തിനപുരി കാണുകയില്ല. ഭീമനും ദുര്യോധനും പരസ്പരം ഓരോ വീമ്പ് പറയാൻ തുടങ്ങി. ഇരുവരും ഗദ കണ്ട് തുടരെ പ്രഹരിക്കാൻ തുടങ്ങി. ഇരുവരും രക്തത്തിൽ കുളിച്ച് പോരാടി തളർന്നു. ഭഗവാൻ പറഞ്ഞു, 2 പേർക്കും ഓരോ രീതിയിലുള്ള അഭ്യാസമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ദുര്യോധനന് അഭ്യാസവും പരിശ്രമവും അധികമുണ്ട്. ഈ ധർമ്മജൻ വീണ്ടും നമുക്ക് ദോഷമുണ്ടാക്കുകയാണ്. ഒരുവനെ ജയിക്കുന്നത് എല്ലാവരെയും ജയിച്ചതായി കണക്കാക്കുമെന്ന് പന്തയം വച്ചത് മണ്ടത്തരമായി പോയി. ദുര്യോധനൻ വളരെ നിശ്ചയദാർഢ്യമുള്ള ആളാണ്. അങ്ങനെയുള്ളവനെ പേടിക്കണം. ചൂതുകളിക്കിടയിൽ ഭീമൻ ഞാൻ ദുര്യോധനന്റെ തുട തല്ലിപ്പൊളിക്കും എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ പ്രതിജ്ഞ നിറവേറട്ടെ. ഭഗവാൻ പറഞ്ഞത് കേട്ട് പാർത്ഥൻ സ്വയം തുടയിൽ അടിക്കാൻ തുടങ്ങി. ഭീമന് ആംഗ്യം മനസ്സിലായി. അർജുനൻ നൽകിയ സൂചന ദുര്യോധനനും മനസ്സിലായി. നിമിഷങ്ങൾക്കുള്ളിൽ ഭീമൻ പൂർവാധികം ശക്തിയോടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ദുര്യോധനന്റെ തുടയിൽ ആഞ്ഞു പ്രഹരിച്ചു. 2 തുടകളും തകർന്ന കുരുശ്രേഷ്ഠൻ ആർത്തനാദത്തോടെ നിലം പതിച്ചു. ഇത് കണ്ട് ഭൂമിയാകെ കുലുങ്ങി. ദുര്യോധനന്റെ മരണത്തോടെ യുദ്ധം അവസാനിച്ചു. അങ്ങനെ കർണനും ശകുനിയും ശല്യരും ദുര്യോധനനും വീരചരമം അടഞ്ഞു. അങ്ങനെ 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവരുടെ വിജയത്തോടെ കഴിഞ്ഞു. യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിലും പാണ്ഡവർ ജയിക്കുന്നത് ചതിപ്രയോഗത്തിലൂടെ തന്നെയാണ്. ഭീഷ്മാചാര്യരെ വധിക്കുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ്. നൂറ്റവരുടെ സഹോദരിയായ ദുഷ്യന്തളയുടെ ഭർത്താവ് ജയദ്രഥനെ കൊല്ലുന്നത് മറ്റൊരു അന്യായത്തിലൂടെയാണ്. സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രഥനെ കൊല്ലുമെന്ന് പറഞ്ഞ അർജുനന്റെ വാക്കു പാലിക്കുവാൻ കൃഷ്ണൻ മായാപ്രയോഗത്തിലൂടെ ചുറ്റും ഇരുട്ട് വ്യാപിപ്പിച്ചു. അതുപോലെ സൂര്യാസ്തമയമായാൽ യുദ്ധം പാടില്ലെന്ന് നിയമം അറിയാമായിരുന്ന ജയദ്രഥൻ സേനാവ്യൂഹത്തിൽ നിന്ന് ഈ ചതി അറിയാതെ പുറത്തു കടന്നപ്പോൾ അർജുനൻ ജയദ്രഥനെ അമ്പെയ്ത് കൊല്ലുകയാണ് ഉണ്ടായത്. അതുപോലെ കൗരവരെ ജയിക്കാൻ ദ്രോണാചാര്യരുടെ നാശം വേണ്ടിവരുമെന്ന് അറിയാമായിരുന്ന ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവെന്ന ആനയെ കൊല്ലിച്ചിട്ട് ദ്രോണാചാര്യർ കേൾക്കെ ഉറക്കെ പറഞ്ഞു, അശ്വത്ഥാമാവ് മരണമടഞ്ഞു. എന്നാൽ ആനയെന്ന് പതുക്കെ പറഞ്ഞു. ആ വാർത്ത ദ്രോണനെ തളർത്തി. തൻ്റെ പ്രാണനെ സ്വയം ആവാഹിച്ചിട്ട് മൃത്യു വരിച്ചു. കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത് മരണതുല്യമായ പല ശാപങ്ങളുടെയും ഭാരമേറ്റി എല്ലാവരോടും
വാക്കു പാലിച്ചുകൊണ്ട് സാക്ഷാൽ തേജസ്സിൻ്റെ ഖനിയായിരുന്നിട്ടും വെറും സാധാരണ ജീവിതം നയിച്ച കർണൻ തന്നെ എല്ലാ അവസരങ്ങളിലും സഹായിച്ച സുഹൃത്തായ വൃഷാലിയുടെ സഹോദരൻ്റെ സത്യസേനൻ്റെ ചിതയ്ക്ക് സമീപം എത്തിയിരിക്കുന്നു. സുരക്ഷിതമായി സൂക്ഷിച്ചു വച്ചിരുന്ന വൈജയന്തി ശക്തി പോലും ദുര്യോധനൻ്റെ നിർബന്ധത്താൽ ഘടോത്കചനിൽ പ്രയോഗിച്ച കർണൻ ഇപ്പോൾ തികച്ചും ശൂന്യനും ഏകാകിയുമായിരിക്കുകയാണ്. കർണൻ്റെ പരാക്രമവും ത്യാഗവും ജനസ്നേഹവും എല്ലാത്തിനും ഉപരി അദ്ദേഹത്തിൻ്റെ സൂര്യാരാധനയും മഹത്തരമാണ്. അതുപോലെ സാധനയിലൂടെ കർണന് കിട്ടിയ ശുദ്ധിയും. എന്നാൽ നിറഞ്ഞ സഭയിൽ വെച്ച് പാഞ്ചാലിയുടെ പവിത്രതയിൽ കർണൻ വാരിയെറിഞ്ഞ ചെളി ഈ മഹത്വത്തെ എല്ലാം ഇല്ലാതാക്കുന്നു. കർണൻ്റെ ജീവിതം അനുകമ്പാർഹനാക്കിയത് ദുര്യോധനാണെന്ന് ഏവർക്കും തോന്നിയേക്കാം. എന്നാൽ പാഞ്ചാലിയാണ് കർണനെ അനുകമ്പാർഹനാക്കിയത്. സ്ത്രീകൾ ലജ്ജിതരായി തീരുന്ന രാഷ്ട്രമോ സമൂഹമോ വിനാശത്തിൻ്റെ അനന്തമായ അഗാധതയിലേക്ക് പതിക്കുന്നു. ജനിച്ചയുടനെ അശ്വിനി നദിയിൽ ഒഴുക്കുന്ന അമ്മയുടെ കീർത്തി സംരക്ഷിക്കുന്നത് കർണനാണ്. പാഞ്ചാലിക്ക് കർണനോടുള്ള മോഹവും ഇതിൽ സൂചിപ്പിക്കുന്നു. 6 പേരോടൊപ്പമായിരുന്നെങ്കിൽ 2 മാസം വീതം പങ്കുവയ്ക്കുന്ന കാര്യവും ഹിരണ്യമായി പറഞ്ഞതായി കർണൻ വൃഷാലിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൗരവപക്ഷത്ത് നിന്ന് സ്വന്തം പ്രാണൻ ബലി കഴിക്കാൻ തയ്യാറാകുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അതുപോലെ തന്നെ കർണൻ അർജുനനോളം തന്നെ വീരശൂര പരാക്രമിയായിട്ടും പലപ്പോഴും പരാജയപ്പെടേണ്ടി വന്നതിൻ്റെ കാര്യം കർണന് കിട്ടിയ ശാപങ്ങളാണ്. പരശുരാമ ശാപവും ബ്രാഹ്മണ ശാപവും കർണനെ വിടാതെ പിന്തുടർന്നു. അതിനോടൊപ്പം തന്നെ യുദ്ധം ഒഴിവാക്കാൻ തൻ്റെ അമ്മയായ കുന്തി കർണനോട് അപേക്ഷിക്കുമ്പോൾ തൻ്റെ ബദ്ധശത്രുവായ അർജുനനെ ഒഴികെ മറ്റുള്ള തൻ്റെ അനിയന്മാരെ ഒന്നും വധിക്കില്ലെന്ന് കർണൻ കുന്തിക്ക് ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ കർണനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു പോകുന്ന യുധിഷ്ഠിരനെയും നകുലനെയും മറ്റും കർണൻ വെറുതെ വിടുന്നുണ്ട്. ഒരു പക്ഷേ അവരെ വധിച്ചിരുന്നെങ്കിൽ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയേനെ. യുദ്ധത്തിൽ മരിച്ചു വീണ പാണ്ഡവർക്ക് വേണ്ടി യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിൽ അന്ത്യകർമ്മങ്ങൾ നടന്നു. അപ്പോഴാണ് കുന്തി അവിടെ എത്തിയത്. പാണ്ഡവ പക്ഷത്തെ ഒരാൾക്കു കൂടി അന്ത്യകർമ്മങ്ങൾ നടത്താനുണ്ടെന്ന് അവർ അറിയിച്ചു. അത് ആരാണെന്നുള്ള ചോദ്യത്തിന് കർണൻ്റെ പേര് പറഞ്ഞു. ഒരു ജന്മം മുഴുവൻ തന്നോട് ശത്രുതയിൽ പെരുമാറിയ കർണന് എന്തിനാണ് തങ്ങൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതെന്ന പാണ്ഡവരുടെ ചോദ്യത്തിന് കർണൻ തൻ്റെ മകനാണെന്നും പാണ്ഡവരുടെ ജ്യേഷ്ഠ സഹോദരനാണെന്നും പറഞ്ഞപ്പോൾ പാണ്ഡവർ ഞെട്ടിപ്പോയി. ഒപ്പം തന്നെ ജ്യേഷ്ഠനെ കൊന്നതിൻ്റെ പേരിൽ അവർ അതിയായി ദുഃഖിക്കുകയും ചെയ്തു. അവർ 5 പേർ ചേർന്ന് കർണൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. എന്നാൽ യുധിഷ്ഠിരന് തൻ്റെ സങ്കടം അടക്കാനായില്ല. ചേട്ടനെ കൊന്നു നേടിയ വിജയം വിജയമല്ലെന്ന് അവർ കരുതി. രാജാവായി വാഴാൻ യുധിഷ്ഠിരൻ മടിച്ചു. എന്നാൽ അശ്വമേധയാഗത്തിലൂടെ പാപമുക്തി നേടാമെന്ന മഹർഷിമാരുടെ ഉപദേശത്തിന് വഴങ്ങി യുധിഷ്ഠിരൻ രാജാവായി. ഭീമനെ യുവരാജാവായി വാഴിച്ചു. രാജ്യസംരക്ഷണത്തിൻ്റെ ചുമതല അർജുനന് നൽകി. രാജാവായതിനു ശേഷം യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തി പാപമുക്തി നേടി. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് മരണം ആസന്നമായെന്നറിഞ്ഞ കർണൻ തൻ്റെ മൃതദേഹം അതുവരെ മറ്റാരെയും സംസ്കരിക്കാത്ത നദീസംഗമ തീരത്തെ ഒരു തുണ്ട് കന്യാഭൂമിയിൽ ദഹിപ്പിക്കണമെന്ന് കൃഷ്ണനോട് അപേക്ഷിച്ചുവത്രേ. മനസ്സിൽ എക്കാലത്തും കർണനോട് സ്നേഹം സൂക്ഷിച്ച കൃഷ്ണൻ ഈ പ്രയാഗിൽ വച്ചാണ് ചന്ദനചിതയൊരുക്കി കർണനെ സ്വന്തം കൈകളിലെടുത്ത് അഗ്നിക്ക് സമർപ്പിച്ചത് എന്ന് പലരും കരുതുന്നു. അന്ന് മുതൽക്കാണ് സ്കന്ദപ്രയാഗ് കർണപ്രയാഗായി തീർന്നത്. അതിൽ അഭിമുഖമായി കാണുന്ന ഒരു കുന്നിലാണത്രേ കർണൻ്റെ പത്നി വിശാലയുടെ സംസ്കാരം നടന്നത്. വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട മഹാഭാരതം എന്ന ഇതിഹാസം വെറും ഒരു കഥ മാത്രമല്ല. ഈ പ്രപഞ്ചമാകെ എത്ര തരത്തിലുള്ള വിഭിന്നമായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ടോ അവയെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥകളോടും ഉപകഥകളോടും കൂടി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. ഇതിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥങ്ങളെ സംക്ഷേപിച്ചും വിസ്തരിച്ചും വർണ്ണിച്ച് ലോകരുടെ അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കുന്നു. ഓരോ കഥയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനിർവചനീയമായ മഹത്വത്തെ വെളിവാക്കുന്നു. ഭക്തമാനസങ്ങളിൽ കൃഷ്ണഭക്തിക്ക് അതിരുകളില്ല, കൃഷ്ണ മാഹാത്മ്യത്തിനും അതിരുകളില്ല. അതിൽ മനഃശുദ്ധിക്കും മനോനിയന്ത്രണത്തിനും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. സത്തും അസത്തും തമ്മിലും നന്മയും തിന്മയും തമ്മിലും ഗുണവും ദോഷവും തമ്മിലും ഒരു വേർചിന്തനം ചെയ്തിരിക്കുന്നു. മഹാരാജാക്കന്മാരുടെ ഭോഗവിലാസങ്ങൾ, നിത്യവൃത്തിക്ക് വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളുടെ തേങ്ങലുകൾ, മാതൃത്വത്തിൻ്റെ വിങ്ങലുകൾ, പേരക്കിടാവിനെ പ്രേമിക്കുന്ന മുത്തശ്ശി, മാതാവില്ലാതെ ജനിക്കുകയും വളരുകയും ചെയ്യുന്ന പുത്രന്മാർ, അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുന്നത് കൊണ്ടുള്ള അമർഷവും ഉപ്പും ചോറും തിന്നുന്നതിന് പകരം ജീവൻ നൽകുന്ന കൃതജ്ഞത,
അങ്ങനെ ഒടുങ്ങാത്ത രതിഭാവനകൾ, അങ്ങനെ നിർണായകമായ പല രംഗങ്ങൾക്കും പ്രവൃത്തികൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് മഹാഭാരതം എന്ന ഇതിഹാസം. മഹാഭാരതത്തിലെ ഏവരെയും ആകർഷിച്ച, എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് കർണൻ. അതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണഗണങ്ങളാണ് ഈ കഥയിലൂടെ പറഞ്ഞത്. അപ്പോൾ കർണൻ എന്നുള്ള ഈ കഥ ഇവിടെ തീർന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ കഥയെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും നമ്മുടെ പുരാണ കഥകളൊക്കെ കേൾപ്പിച്ച് തന്നെ വളർത്തുക. അപ്പോൾ പുതിയൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.